ഈ പാറ്റാ സമരം ഡൽഹിയിൽ കത്തിപ്പടർന്ന് പ്രസക്തമായപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെതിരെ ഊരിയിട്ടത് നമ്മുടെ അർണബ് ഗോസ്വാമി ആയിരുന്നു. അദ്ദേഹം ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിനെതിരെ ചമച്ചു, പലതുമൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞത് ഖത്തറിൽ നിന്ന് വരുന്ന ഫണ്ടാണ്, അതിൻ്റെ പിന്നിൽ അമേരിക്കയാണ്, അതിൻ്റെ പിന്നിൽ ട്രംപാണ് എന്നൊക്കെ പറഞ്ഞു. സംഗതി പുള്ളിക്ക് ട്രംപിനോട് വലിയ പിണക്കമാണ്, കെറുവാണ്. അതുകൊണ്ട് തന്നെ ട്രംപാണ് എന്ന തരത്തിൽ ഒക്കെ വിശദീകരിച്ച് കത്തിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞു അങ്ങനെ ഫോറിൻ ഫണ്ടിംഗ് ഒന്നുമില്ല, ഇത് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ സമരമാണ്. ദേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു, നിങ്ങൾക്കെതിരെ FIR ഇട്ട് കേസ് പോലും എടുക്കില്ല, എല്ലാം ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നു. അടുത്ത ദിവസം ദേ കടുത്ത നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ പോകുന്നു, കടുത്ത ശിക്ഷ നൽകാൻ പോകുന്നു. ഈ സംഗതിയെല്ലാം പുറത്തു വന്ന് കഥയാകെ മാറി മറിഞ്ഞപ്പോൾ അർണബ് ആ വാർത്തയൊക്കെ മുക്കി ഓടിയിട്ട് പുതിയ ഒരു തരം പുഴുക്കടിയുമായി രാവിലെ രംഗത്തെത്തി. ആ പുഴുക്കടി രാഹുൽ ഗാന്ധി പുഴുക്കടി എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ ഗാന്ധി ഇതിൽ വളരെ നിരാശനും ദുഃഖിതനുമാണത്രേ. അദ്ദേഹം ഇന്നലെ രാത്രി ഉറങ്ങിയില്ലത്രേ. സംഗതി ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ എന്ത് രസമാണെന്നറിയോ? ആരാണ് ഇവരുടെ ഉന്നമെന്നും എന്താണ് ഇവരുടെ ലക്ഷ്യമെന്നും ഈ കരച്ചിൽ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ദേ ഈ കരച്ചിലൊന്ന് കേട്ടു നോക്കിയേ. The biggest loser is Rahul Gandhi. Let me tell you why, ladies and gentlemen. Dharmendra Pradhan has resigned. That demand has been met. The protest has been called off by the CJP leadership. We just wanted one assurance from the government that there would not be cases against Dipke, Saurabh Das and the others. So it's all over. Jantar Mantar, ladies and gentlemen, is khali. You can take a look at the visuals. There's nobody around. The party is over. And yet somewhere in the capital, one man refused. എന്തൊരലറി വിളിച്ചതായിരുന്നു, എന്തൊരു നിലവിളിയായിരുന്നു. വിദേശ ഫണ്ടിങ്, മറ്റേത് മാങ്ങാക്കൊല തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി വളരെ ദുഃഖിതനാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കൊടുത്തു, പിള്ളേരെല്ലാം പോയി. പക്ഷേ രാഹുൽ ഗാന്ധി സങ്കടം കൊണ്ട് കരയുകയാണ്. Sonam Wangchuk, very questionable man. But this man, 57-year-old Rahul Gandhi, the man most wounded today is Rahul Gandhi, and trailing behind him a bit Kejriwal, but specifically Rahul Gandhi because he wants streetocracy. Yogendra Yadav has told him that if you can create a streetocracy, then you can be prime minister. The CJP has left the ground. കോട്ട് വിട്ട് അതിൽ നിന്ന് പറയുകയാണ്, സ്ട്രീറ്റോക്രസി അഥവാ തെരുവിൻ്റെ ആധിപത്യം പിടിച്ചാൽ ഭരണം കിട്ടാമെന്ന് ആര് പറഞ്ഞു? യോഗേന്ദ്ര യാദവ് പറഞ്ഞു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ ആര് വന്നു? അരവിന്ദ് കെജ്രിവാൾ വന്നു. അങ്ങനെ എല്ലാവരും കൂടി തെരുവിൽ നിന്ന് ഭരണം പിടിക്കാനിരുന്നപ്പോഴാണ് സമരം തീർന്ന് എല്ലാവരും പോയത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വളരെ ദുഃഖത്തിലും സങ്കടത്തിലും. So tonight I want to ask him quite directly tonight. Quite directly. കഴിഞ്ഞ രാത്രി നേരിട്ട് വിദ്യാർത്ഥികളോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു, നിങ്ങളാരും തെരുവിൽ നിന്ന് പോകരുത്, നിങ്ങളെല്ലാവരും അവിടെ നിൽക്കണം, എനിക്ക് പ്രധാനമന്ത്രിയാവണം എന്ന് ആവശ്യപ്പെട്ടു. എന്ന് ആര് പറഞ്ഞു? രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഉറക്കത്തിൽ ആരോ വന്ന് അർണബ് ഗോസ്വാമിയോട് പറഞ്ഞു. രാവിലെ കുളിച്ചൊരുങ്ങി ഒരു കോട്ടുമിട്ട് വന്ന് ഈ പ്രഭാഷണം അദ്ദേഹം തുടരുകയാണ്. What exactly is your problem, Rahul Gandhi? Why do you sound so frustrated all the time? Why are you so frustrated today that it's all over? So irked? Why are you, as Gen Z would say, so shook tonight? Remember, Rahul Gandhi was very angry when Operation Sindoor was carried out. When we fired on the Pakistanis, he came with a... ഇനി നേരെ രാഹുൽ ഗാന്ധിയുടെ പുറകിൽ ഇങ്ങനെ പോയി പുള്ളി പറയുക. സംഗതി എന്തിനാണെന്നറിയോ? വേറൊന്നിനുമല്ല, നാണം കെട്ട് നാമാവിശേഷമായി നാറി കുത്തുപാള എടുത്തതിൻ്റെ നാറ്റം മാറ്റാൻ വേണ്ടിയുള്ള അഭ്യാസങ്ങളാണ് അർണബ് നടത്തിയത്. അത് കണ്ട് സത്യത്തിൽ ചിരിയല്ല വന്നത്, സഹതാപമാണ്. കഷ്ടം തോന്നി, പാവം.